ഹലോ ഫ്രണ്ട്സ്, ഷെഫീഖാണ് വിങ്സിൽ നിന്ന്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെച്ചത് എങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടാം എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇത് ആൾട്ടോ ആണ്. നമ്മൾ കീ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ചില വണ്ടികൾക്ക്, ഇപ്പോൾ വരുന്ന ചില വണ്ടികൾക്കൊക്കെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും. അതായത് കീ കയ്യിൽ വെച്ചിരുന്നിട്ട് പുഷ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ കീ ഹോളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് എന്തിനുള്ളതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിത് ഊരിയെടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ് ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് നന്നായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കായി. ഓക്കെ, അപ്പോൾ ഈ സ്റ്റിയറിംഗ് ലോക്കായിരുന്നു നമ്മൾ നേരത്തെ റിലീസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി പഴയ പോലെ എന്താണ്, നമുക്കിത് തിരിക്കാൻ പറ്റില്ല. കാരണം ലോക്കായി കിടക്കുന്നതുകൊണ്ട് ടൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്റ്റിയറിംഗ് മൂവ് ചെയ്തുകൊണ്ട് ചെറുതായി അനക്കി കൊടുത്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റിയറിംഗ് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് അൺലോക്ക് ചെയ്തു കീ ഉപയോഗിച്ചിട്ട്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ, അതായത് വാഹനം ഓൺ ആയിട്ടുണ്ട്, സ്റ്റാർട്ട് ആയിട്ടില്ല, ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് നമുക്ക് വാർണിംഗ് ലൈറ്റ്സ് കത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും കത്തി കിടക്കുന്നുണ്ടെങ്കിൽ അത് വാഹനത്തിന് എന്തെങ്കിലും ഫാൾട്ട് ഉള്ളതായിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് കുറച്ച് പെഡൽസിനെ കുറിച്ച് പഠിക്കാണ്ട്. കാരണം മൂവ്മെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന പെഡൽസ്. അപ്പോൾ അതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് പെഡൽ, 3 പെഡൽ കാണാം. ഫസ്റ്റ് പെഡൽ A, B, C, തൽക്കാലം അങ്ങനെ വിളിക്കാം. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടാൻ കൺട്രോൾ, അതായത് സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്യുന്നതനുസരിച്ച്, ഇതാണ് ആക്സിലറേറ്റർ, പ്രസ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് കൂടി വരും. റിലീസ് ചെയ്യുമ്പോൾ കുറേശ്ശെ സ്പീഡ് കുറയും. ഇത് ബ്രേക്കാണ്, വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾക്ക് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്ലോ ആക്കാനും പറ്റും. ഇത് ക്ലച്ചാണ്. ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ക്ലച്ച് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഗിയറുള്ള വാഹനത്തിന് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ക്ലച്ച് യൂസ് ചെയ്യുക. ഗിയറുള്ള വാഹനത്തിന് മാത്രമാണ് ക്ലച്ച് ഉണ്ടാവുള്ളൂ. ഇപ്പം നിലവിലുള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾക്കൊന്നും ക്ലച്ച് പെഡൽ കാണില്ല, ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഗിയറുള്ള വാഹനമാണ്, അതുകൊണ്ട് ക്ലച്ച് പെഡൽ ഉണ്ട്. അപ്പോൾ ഗിയർ മാറ്റുമ്പോൾ, ഗിയറിനെ പറ്റി നമുക്ക് കൂടുതൽ അടുത്ത വീഡിയോസിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഗിയറുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് പെഡൽ ഉണ്ടായിരിക്കും. അത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ വലത്തെ കാലാണ് ബ്രേക്കും ആക്സിലേറ്ററും യൂസ് ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കിന് നേരെ അടിഭാഗത്ത് വലത്തെ കാല് പ്ലേസ് ചെയ്യുക, ആക്സിലേറ്റർ മാറ്റി ഉപയോഗിക്കുക. ഓക്കെ, ഈ കാലേറ്റിനെ രണ്ടും മാറ്റി ഉപയോഗിക്കാം. ഇടത്തെ കാല് ക്ലച്ച് മാത്രം, ഈ കാല് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ല, ക്ലച്ച് മാത്രം, ബ്രേക്ക്, വലത്തെ കാല് ആക്സിലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്ലച്ച് മുഴുവനായിട്ട് ചവിട്ടുക, ബ്രേക്ക് പ്രസ് ചെയ്യുക. നമ്മൾ ഇനി ചാവി ഒരു പ്രാവശ്യം കൂടി ഒരു 2 സെക്കൻഡിനടുത്ത് തിരിച്ച് പിടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവുന്നു. ഓക്കെ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായി. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ മീറ്ററിൽ വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരു ലൈറ്റ് ഇവിടെ കത്തി കിടക്കുന്നുണ്ട്, അത് ഹാൻഡ് ബ്രേക്കിൻ്റെയാണ്. ഹാൻഡ് ബ്രേക്ക് എന്താണ്, ഇപ്പോൾ അത് ഓഫായിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ അത് ഓഫാകും. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എന്താണ് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിക്കണം. ഇനി ഗിയറിനെ കുറിച്ച് പഠിക്കാം. കാരണം ഒരു വാഹനം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗിയറുള്ള ഒരു വാഹനം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ എൻഗേജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ,